ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ പായസമാണ്. അതിനാദ്യം തന്നെ ഞാൻ സേമിയനെ കുഞ്ഞതായിട്ട് പൊട്ടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലത്ത് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ പൊടിച്ച് വെച്ചില്ല ആ സേമിയ, അതിനാണ് നമ്മൾ നല്ലോണം വറുത്ത് കൊടുക്കണം. ഒരു ചെറിയ ബ്രൗൺ കളർ ആവുന്നവരേക്കും നമ്മൾ നല്ലോണം വറുത്ത് കൊടുക്കണം. ഇപ്പോൾ ഇത് ബ്രൗൺ കളർ ആയിട്ടുണ്ട്, നമ്മളത് മാറ്റി വെച്ചു. ഇനി നമ്മൾ ഏലക്ക നമ്മൾ പൊടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഏലക്ക വെറുതെ ഇടത് പൊടിഞ്ഞ് കിട്ടില്ല, അപ്പോൾ ഇത്തിരി പഞ്ചസാരേൻ്റെ കൂടെ ആകുമ്പോൾ വേഗം നല്ലോണം പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മളത് ഏലക്ക പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പാൽ അടുപ്പത്ത് വെക്കണം. ഇനി പാൽ നല്ലോണം തിളച്ച് വരുമ്പോൾ നമ്മൾ വറുത്ത് വെച്ച സേമിയനെ അതിലിട്ട് കൊടുത്തിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം, ഇല്ലെങ്കിൽ അടി പിടിച്ച് പോവും. ഇനി നമ്മൾ സേമിയ വെന്തോ നോക്കണം. സേമിയ വെന്തതിന് ശേഷം മാത്രമേ പഞ്ചസാര ഏലക്കപ്പൊടി ഇടാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ സേമിയ ശരിക്കും വേവില്ല എന്നാണ് അമ്മ പറയുന്നത്. ഇനി നമ്മളിതാ പഞ്ചസാര ഇട്ട് കൊടുത്തു. സേമിയ നല്ലോണം വെന്തു. നമ്മൾ പഞ്ചസാരയും ഏലക്കപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ അടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മൾ അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിട്ട സേമിയ പായസം റെഡിയാണ്. ഇത് അറിയാത്തവർക്ക് വേണ്ടി മാത്രം ഇടുന്ന വീഡിയോ ആണ് കേട്ടോ. അധികം എല്ലാവർക്കും സേമിയ പായസമൊക്കെ ഉണ്ടാക്കാൻ അറിയുമായിരിക്കും. ഇത് അറിയാത്തവർക്ക് വേണ്ടി മാത്രം ഇടുന്ന വീഡിയോ ആണ്. പായസം റെഡിയായി. നമ്മൾ അക്കൂട്ടനെ കൊടുത്തോക്കെ എന്താ അവൻ്റെ എക്സ്പ്രഷൻ നോക്കാം. അവന് ഇഷ്ടമായി ഗൈസ്. അത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.